മിശിഹായിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, മനുഷ്യമക്കളെ ദൈവമക്കളാക്കുന്നതിന് ദൈവപുത്രൻ മനുഷ്യാവതാരമെടുത്ത് നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വന്ന മഹാസംഭവമാണല്ലോ ക്രിസ്മസ്. ക്രൈസ്റ്റ് ടേക്കിംഗ് മാസ് ഈസ് ക്രിസ്മസ്. ദൈവം ശരീരമെടുക്കുന്നു. മനുഷ്യന് നഷ്ടപ്പെട്ട സൗഭാഗ്യം തിരികെ നൽകുവാൻ പരമപിതാവ് ഔദാര്യം കാണിക്കുകയാണ് തൻ്റെ ഏകജാതനെ നൽകുന്നതിലൂടെ. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് പോലെ, തൻ്റെ ഏകജാതനിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവണ്ണം പിതാവായ ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. അപ്പോൾ ദൈവപുത്രൻ്റെ മനുഷ്യാവതാരം എന്ന് പറയുന്നത് ആദ്യത്തെ അമ്മയും അപ്പനും പറുദീസായുടെ പടവുകൾ നിഷേധാത്മകമായി ചവിട്ടി ഇറങ്ങിപ്പോയപ്പോൾ ദൈവം ഒരു രക്ഷകനെ വാഗ്ദാനം ചെയ്യുകയാണ്. ആ വാഗ്ദാനത്തിൻ്റെ പൂർത്തീകരണമാണ് യേശുക്രിസ്തുവിൽ നാം കണ്ടെത്തുന്നത്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 7-ാം അധ്യായം 14-ാം വാക്യത്തിൽ കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, ദൈവം നമ്മോടുകൂടി എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്നവൻ വിളിക്കപ്പെടും എന്നുള്ള പ്രവചനം സിറിയയിലും ഇസ്രായേലിലുമൊക്കെ ആധിപത്യമുണ്ടായിരുന്ന ആ കാലഘട്ടത്തിൽ യൂദാ രാജ്യത്തെ കീഴടക്കുക ഇല്ല, അവരെ ദൈവം സംരക്ഷിക്കും, അവർക്ക് സംരക്ഷകനായി ദൈവമുണ്ട് എന്നതിന് ആഹാബ് രാജാവിന് ദൈവം കൊടുത്ത അടയാളമാണ് കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, ദൈവം നമ്മോടുകൂടി എന്ന അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്നവൻ വിളിക്കപ്പെടും എന്ന്. രണ്ടാമതായിട്ട് ക്രൈസ്റ്റ് ടേക്കിംഗ് മാസ്, ക്രൈസ്റ്റ് ഓഫറിങ് ഹിംസെൽഫ് ആസ് എ മാസ്, ഒരു ബലിയായിട്ട് തന്നെ സമർപ്പിക്കുവാനുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് അവിടുന്ന് ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്. ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവനുണ്ടാകുവാനും അത് സമർത്ഥമായി ഉണ്ടാകുവാനുമാണെന്ന് യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം 10-ാം വാക്യത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുമ്പോൾ, ആ ജീവിത സമൃദ്ധി നൽകുവാൻ അപ്പത്തിൻ്റെ ഭവനത്തിൽ ബേത്ലഹേമിൽ വന്ന് ജനിച്ചവൻ പെസഹ അത്താഴത്തിൽ അപ്പമായി മാറുന്നു. ദുഃഖവെള്ളിയാഴ്ച കുരിശിൽ കിടന്നുകൊണ്ട് സ്വന്തം ശരീരം മുറിച്ചു തന്ന് രക്തം പകർന്നു തന്ന് മറ്റുള്ളവർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമായ സ്നേഹമില്ല എന്ന് പ്രഘോഷിക്കുവാൻ കടന്നു വന്നവൻ്റെ ജനനം ആണ് നാം ആഘോഷിക്കുന്നത്. അവിടുത്തെ ജനനത്തെക്കുറിച്ച് നാം നോക്കുമ്പോൾ കർത്താവിൻ്റെ അദൃശ്യമായ കരങ്ങളാണ് അവിടെ നാം കാണുന്നത്. കർത്താവ് കൂടെയുള്ള അനുഭവം, ഗോഡ് വിത്ത് അസ് ഇമ്മാനുവേൽ, എൻ്റെ ദൈവം എന്നോടുകൂടിയുണ്ട്, ഇന്നലെയും ഇന്നും നാളെയും എന്നും ലോകാവസാനം വരെ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും എന്ന് വാക്ക് തന്നവൻ, വാക്ക് മാറാത്തവൻ നമ്മോടുകൂടിയുണ്ട്. ആ ദൈവത്തോടുകൂടി ആയിരിക്കുവാൻ അവിടുന്ന് നമ്മൾക്ക് നൽകുന്ന ഒരവസരമാണ് ഈ ക്രിസ്മസ് എന്ന് പറയുന്നത്. യുഗാന്ത്യം വരെ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കുമെന്നാണ് അവിടുന്ന് വാക്ക് തന്നിരിക്കുന്നത്. അതിന് ചരിത്രത്തിലേക്കാണ് അവിടുന്ന് കടന്നു വന്നത്. യൂദയായുടെ ബേത്ലഹേമിൽ വന്ന് ജനിക്കുമ്പോൾ മീഖാ പ്രവാചകൻ്റെ പുസ്തകം 5-ാം അധ്യായം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പോലെ, അല്ലയോ യൂദയ, നീ ഇസ്രായേലിലെ സഹസ്രക്കണക്കിന് ഗോത്രങ്ങളിൽ ഏറ്റവും ചെറുതാണ് എന്ന് വരികിലും ഇസ്രായേലിൻ്റെ അധിപതിയാകേണ്ടവൻ നിന്നിൽ നിന്നും ഉത്ഭവിക്കും. അപ്പോൾ യൂദയായിൽ നിന്നാണ് രക്ഷകൻ കടന്നു വരുന്നത് എന്നുള്ള സൂചന നമുക്ക് ലഭിക്കുകയാണ്. ചരിത്രത്തെ തന്നെ അത് ഒരു പുതിയ അധ്യായമാക്കി മാറ്റുകയാണ്. കാരണം ദൈവം മനുഷ്യനായി നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് ചരിത്രത്തിൽ അഗസ്റ്റസ് സീസർ റോമിൻ്റെ ചക്രവർത്തിയായിരിക്കുന്ന കാലഘട്ടത്തിൽ കെവറീനോസ് സിറിയായുടെ നാട് വഴിയായിരിക്കുമ്പോഴാണ് യൂദയായുടെ ബേത്ലഹേമിൽ യേശു വന്ന് ജനിക്കുന്നത്.
അപ്പോൾ ചരിത്രത്തെ തന്നെ അത് തിരുത്തിക്കുറിക്കുവാൻ ക്രിസ്തുവിന് മുമ്പ് എന്നും ക്രിസ്തുവിൻ്റെ കാലഘട്ടം അന്നോ ഡോമിനി ദ ഇയർ ഓഫ് ദ ലോർഡ് എന്നുള്ള ആ ഒരു സങ്കല്പത്തിലേക്ക് കടന്നു വരുമ്പോൾ ചരിത്രത്തിൻ്റെ ഗതിയെപ്പോലും മാറ്റിമറിക്കുവാൻ കഴിഞ്ഞ ഒരു ജന്മമായിരുന്നു യേശു ക്രിസ്തുവിൻ്റേതെന്ന് നാം കാണുകയാണ്. വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണമെന്ന് പറയുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാം വാക്യത്തിൽ ഒരു രക്ഷകനെ ദൈവം വാഗ്ദാനം ചെയ്യുന്നതായി നാം കാണുന്നു. ആ വാഗ്ദാനത്തിൻ്റെ പൂർത്തീകരണമാണ് ഇവിടെ കാണുന്നത്. അവൻ സ്വർഗത്തിൽ നിന്ന് വരും, അവനെ എല്ലാവരും അറിയുന്നവനും സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും മേൽ അധികാരമുള്ളവനും ആയിരിക്കും അവൻ എന്ന് പ്രതീക്ഷയോടിരുന്ന ജനത്തിന് ലഭിക്കുന്ന ഒരു സന്ദേശമാണ് അവിടെ കാണുന്നത്. പിതാവായ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ഉണ്മയുടെ പങ്കുവയ്ക്കലാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. തൻ്റെ ഉണ്മ, തന്നോടുകൂടി ആയിരുന്ന ആ അനുഭവത്തിൽ നിന്നും തൻ്റെ മകനെ ലോകത്തിലേക്ക് അയക്കുകയാണ്. അവൻ ആരായിരുന്നു? തൻ്റെ സത്തയിൽ നിന്നുള്ള സത്തയും തൻ്റെ ഏകജാതനുമായവനെയാണ് ക്രിസ്മസിലൂടെ പിതാവായ ദൈവം നമുക്ക് നൽകുന്നത്. അപ്പോൾ പിതാവായ ദൈവത്തിൻ്റെ ആ സ്നേഹത്തെക്കുറിച്ചാണ് അവിടെ നാം കാണുന്നത്. ആ സ്നേഹത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ പിതാവായ ദൈവം ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ ഒരു സമ്മാനമായിട്ടാണ് ക്രിസ്മസിനെ നാം കാണേണ്ടത്. അവനിൽ വിശ്വസിക്കുന്നവരാരും നശിച്ചു പോകുവാൻ പാടില്ല, എല്ലാവരും രക്ഷപ്പെടണം. അതിനാണ് ദൈവം തൻ്റെ ഏകജാതനെ നൽകിയത്. ആ ദൈവസ്നേഹത്തിൻ്റെ ആഴം പൗലോസ്ലീഹ വ്യക്തമാക്കുന്നുണ്ട്. നാം പാപം ചെയ്ത് ദൈവത്തിൻ്റെ ശത്രുക്കളായിരിക്കെ നമ്മുടെ വിമോചനത്തിനായി തൻ്റെ പുത്രനെ തന്നെ നൽകിയതിൽ നിന്ന് ദൈവസ്നേഹത്തിൻ്റെ ആഴം നാം മനസ്സിലാക്കുകയാണ്. അതായത് ഒരു യോഗ്യതയും നമുക്കില്ലാതിരിക്കെ നമ്മുടെ രക്ഷയ്ക്കായി പിതാവായ ദൈവം തികച്ചും സൗജന്യമായി നൽകിയ ദാനമാണ് യേശു ക്രിസ്തു. ഓരോ ക്രിസ്മസിലും നാം അനുസ്മരിക്കേണ്ടത് ഈ കാര്യമാണ്. നോട്ട് ബിക്കോസ് ഓഫ് അവർ മെറിറ്റ് ബട്ട് ബിക്കോസ് ഓഫ് ഹിസ് ഗ്രേസ്. അവൻ്റെ കാരുണ്യം നമുക്ക് ചൊരിഞ്ഞു തരികയാണ്. ഓരോ ക്രിസ്മസും അവിടുന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അവിടുന്ന് തൻ്റെ ഏകജാതനെ ദാനമായി നൽകി. അങ്ങനെ മറ്റുള്ളവർക്ക് ക്രിസ്തുവിനെ നൽകുവാൻ നമുക്ക് കഴിയണം എങ്കിൽ എന്താണ് നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്? ഒരു ശൂന്യവൽക്കരണത്തിൻ്റെ അനുഭവം നമുക്കുണ്ടാകണം. അവിടുന്ന് ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമാനത മുറുകെ പിടിക്കേണ്ട കാര്യമായി പരിഗണിക്കാതെ തന്നെ താഴ്ത്തി ശൂന്യപ്പെടുത്തി ദാസൻ്റെ രൂപമെടുത്ത് സമ്പന്നൻ ദരിദ്രനായി മാറിയത് ദരിദ്രരായ നമ്മെ സമ്പന്നരാക്കുവാൻ വേണ്ടിയാണ്. അപ്പോൾ ആ മഹത്തായ പ്രക്രിയ നടന്ന ആ മഹാസംഭവത്തെ നാം അനുസ്മരിക്കുമ്പോൾ തൻ്റെ ജീവനിൽ പങ്കാളിയാകുവാൻ, ഒരു ബലിയായിത്തീരുവാൻ, ബലിയായി മറ്റുള്ളവർക്ക് അനുഭവപ്പെടുവാൻ, ബലിദാനമായി നൽകുവാൻ അവിടുന്ന് തിരുമനസ്സായതുപോലെ നാം ഓരോരുത്തരും ഈ ക്രിസ്മസിൽ ദൈവത്തിൻ്റെ ദാനം ഉൾക്കൊള്ളുന്ന നാം അത് ദാനമായി മറ്റുള്ളവർക്ക് നൽകുവാൻ, നമുക്കുള്ളത് ദൈവത്തിൽ നിന്ന് ലഭിച്ചതാണെന്നുള്ള ബോധ്യത്തോടു കൂടി എന്നെപ്പോലെ ജീവിക്കുവാൻ അവകാശമുള്ള സമൂഹത്തിലെ മറ്റുള്ളവരുമായി അത് പങ്കുവയ്ക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ മനുഷ്യാവതാരം നമ്മിലൂടെ മറ്റുള്ളവർക്ക് അന്വർത്ഥമാകുന്നത്. മനുഷ്യൻ മനുഷ്യനെ സ്നേഹിക്കുമ്പോൾ ഈശ്വരൻ മനുഷ്യൻ്റെ മനസ്സിൽ വന്ന് ജനിക്കുന്നു. മനുഷ്യൻ മനുഷ്യനെ വെറുക്കുമ്പോൾ ഈശ്വര സാന്നിധ്യം മനുഷ്യ മനസ്സുകളിൽ മരിക്കുന്നു എന്ന് വയലാർ പറഞ്ഞതുപോലെ നാം മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോൾ ദൈവത്തിൻ്റെ മനുഷ്യാവതാരം നമ്മിൽ വന്ന് അന്വർത്ഥമാകുന്നു. അങ്ങനെ നാം അന്വർത്ഥമാക്കുവാനുള്ള ഒരവസരമാണ് ഈ ക്രിസ്മസ് എന്ന് പറയുന്നത്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം മനുഷ്യരക്ഷയ്ക്കായി തൻ്റെ ദൈവികതയെ സ്വയം ദാനമായി നൽകിയതിൻ്റെ ഓർമ്മയാണ് ഈ ക്രിസ്മസ്. അപ്പോൾ ദാനമായിട്ട് ദൈവം നൽകിയ തൻ്റെ ഏകജാതനെ നാം സ്വീകരിക്കുവാൻ നമുക്ക് പങ്കുവയ്ക്കലിൻ്റെ ഒരനുഭവത്തിലൂടെ കടന്നു പോകണം എന്നുള്ളതാണ്. ക്രിസ്മസിലൂടെ പരിശുദ്ധ മറിയം പിതാവിൻ്റെ പുത്രിയും പുത്രൻ്റെ പ്രിയ മാതാവും പരിശുദ്ധാത്മാവിൻ്റെ പ്രീതയുമായതുപോലെ നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ മക്കളാണ്, സഹോദരങ്ങളാണ് എന്നുള്ള ആ ബോധ്യത്തിൽ ജീവിക്കുമ്പോൾ
നിശ്ചയമായും ഈ മനുഷ്യാവതാരം നമ്മിലൂടെ അന്വർത്ഥമാക്കുവാൻ കഴിയും. പുത്രനായ വചനത്തെ തൻ്റെ ഹൃദയത്തിലും ഉദരത്തിലും സ്വീകരിച്ച് മറിയം മാംസം നൽകിയതുപോലെ തമ്പുരാൻ്റെ വചനം നമ്മിലൂടെ മാംസമെടുത്ത് എന്താണ് തമ്പുരാൻ നമ്മോട് ആവശ്യപ്പെടുന്നതെന്ന് മനസ്സിലാക്കി അതിനനുയോജ്യമായ രീതിയിൽ ജീവിക്കുവാൻ നമുക്ക് കഴിയുമ്പോൾ ഈ ക്രിസ്മസിന് കൂടുതൽ അർത്ഥമുണ്ടാവുകയാണ്. ക്രിസ്മസ് സ്നേഹത്തിൻ്റെ പങ്കുവയ്ക്കലാണ്. സ്നേഹത്തിന് വേണ്ടിയുള്ള സ്വയം ശൂന്യവൽക്കരണമാണ് എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. നിശ്ചയമായും പിതാവായ ദൈവം തൻ്റെ പുത്രനെ നമുക്ക് സമ്മാനമായി തന്ന സംഭവത്തെ നാം അനുസ്മരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ദാനമല്ലാതെ മറ്റെന്താണ് നമുക്കുള്ളത്? അവിടുത്തെ ആ സ്നേഹം എത്രത്തോളം തൻ്റെ ഏകജാതനെ നൽകുവാൻ അവിടുന്ന് ഔദാര്യം കാണിച്ചു. ഒരു മനുഷ്യൻ നശിക്കാൻ പാടില്ല, എല്ലാവരും രക്ഷപ്പെടണം, അതായിരുന്നു അവിടുത്തെ ഉദ്ദേശമെങ്കിൽ ഈ രക്ഷയുടെ അനുഭവം സകല ജനത്തിനുമുള്ള സന്തോഷത്തിന് സദ്വാർത്തയാക്കി മാറ്റുവാൻ നമ്മെ ക്ഷണിക്കുകയാണ്. അതിനെന്താണ് ചെയ്യേണ്ടത്? ഒരു എളിമപ്പെടൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആവശ്യമാണ്. ഞാനെന്നുള്ള അഹങ്കാര അതീശ മനോഭാവത്തിൽ ജീവിച്ച ഹെറോദേസിനെ സംബന്ധിച്ചിടത്തോളം യേശുക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തെ അംഗീകരിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ഞാനിവിടെ രാജാവായിരിക്കുമ്പോൾ മറ്റൊരുത്തൻ രാജാവായിട്ട് വരികയോ അംഗീകരിക്കാനാവില്ല. എന്നാൽ ഹൃദയശുദ്ധിയുള്ള ഇടയന്മാർ, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. അവർക്ക് ദൈവത്തെ കണ്ടെത്താൻ കഴിഞ്ഞത് അവരുടെ ആടുകളെയെല്ലാം വിട്ടുകൊണ്ട് ഈ ശബ്ദം കേട്ട സ്ഥലത്ത്, പ്രകാശം കണ്ട സ്ഥലത്തേക്ക് നീങ്ങുകയാണ്. അവിടെ പോയി അവർ രാജാതിരാജനെ ആരാധിക്കുന്നു, വണങ്ങുന്നു. കിഴക്ക് രാജ്യത്ത് നിന്ന് വന്ന വിജ്ഞാനികളായ രാജാക്കന്മാർ ബാൽത്തസാർ, മെൽക്കിയോർ, ഗസ്പാർ എന്നീ 3 പേരുകളാണ് അവർക്ക് കൊടുക്കപ്പെട്ടിരിക്കുന്നതെന്ന് നമ്മൾ കാണുന്നു. ഈ 3 രാജാക്കന്മാരും രാജാതിരാജനെ കണ്ടെത്തുവാൻ നക്ഷത്രത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കി കടന്നു വന്നപ്പോൾ തദ്ദേശ രാജാവിനെ മര്യാദ അനുസരിച്ച് പോയി കാണുന്ന ആ വിദേശത്തു നിന്ന് വന്ന ആ രാജാക്കന്മാരോട് എങ്ങനെയാണ് ഹെറോദേസ് പെരുമാറുന്നത് എന്ന് കാണുമ്പോൾ അവിടെയാണ് അഹങ്കാര അതീശ മനോഭാവം. മറ്റൊരുത്തനെ അംഗീകരിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിയിൽ കടന്നു വന്നവരോട് ചോദിക്കുകയാണ്, എവിടെയാണ് അവൻ പിറന്നത്? ആ ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തേണ്ട മനുഷ്യനാണ് യൂദയായിലെ രാജാവ്. അദ്ദേഹം കടന്നു വന്ന രാജാക്കന്മാരോട് പറയുകയാണ്, നിങ്ങൾ പോയി സസൂക്ഷ്മം അന്വേഷിച്ചിട്ട് കണ്ടെത്തി ഒന്ന് പറയുക, എനിക്കും അവനെ കാണണം. ആ സ്ഥലത്തെക്കുറിച്ച് നല്ല ബോധ്യമുള്ള രാജാവ്, നല്ല പരിചയമുള്ള രാജാവ് നിശ്ചയമായും കടന്നു വന്ന അതിഥികളെ കൂട്ടിക്കൊണ്ടുപോയി അന്വേഷിക്കുകയായിരുന്നു ചെയ്യേണ്ടത്. അത് ചെയ്യാതെ ഇവരോട് പറയുകയാണ്, നിങ്ങൾ പോയി കണ്ടിട്ട് വന്ന് പറയണം, എനിക്കും പോയി കാണണം. അങ്ങനെ കാണാനായിരുന്നുവെങ്കിൽ അവരോട് കൂടെ പോകുമായിരുന്നു. കാണാനല്ല, കൊല്ലാനുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഹെറോദേസ് അത് വെളിപ്പെടുത്തിയതെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു എളിമപ്പെടലിന് നാം തയ്യാറാകണം. കിഴക്ക് രാജ്യത്ത് നിന്ന് രാജാക്കന്മാർ രാജാതിരാജനെ കാലിത്തൊഴുത്തിലെ കൽഗുഹയിൽ കണ്ടെത്തുകയാണ്. ആ ഗുഹയിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനുള്ള വിനീതമായ ഒരു മനോഭാവം നമുക്കുണ്ടാകണം. താഴ്മയിലേക്ക് ഇറങ്ങി വരുവാൻ, എത്ര ഉന്നതത്തിൽ നിന്ന് അവിടുന്ന് താഴേക്ക് ഈ കാലിത്തൊഴുത്തിലെ കല്ലടാവിൽ വന്ന് ജനിക്കുവാൻ ഔദാര്യം കാണിച്ചുവെങ്കിൽ ആ രാജാതിരാജനെ കണ്ടെത്തുവാൻ രാജകൊട്ടാരങ്ങളിലല്ല, പിന്നെയോ കാലിത്തൊഴുത്തിൽ അവർ പോയി കണ്ടെത്തി എന്ന് പറയുമ്പോൾ കടന്നു വന്നവരുടെ ആ വിനയ മനോഭാവം, എളിമ ഒക്കെ നാം മനസ്സിലാക്കണം. അവർ ആ ഗുഹയിൽ കുനിഞ്ഞ് ഇറങ്ങി രാജാതിരാജനെ കണ്ടെത്തി നിക്ഷേപങ്ങൾ, സ്വർണം അവിടുത്തെ രാജ്യത്വം അംഗീകരിച്ചുകൊണ്ട്, കുന്തിരിക്കം അവിടുത്തെ പൗരോഹിത്യം അംഗീകരിച്ചുകൊണ്ട്, മീറ അവിടുത്തെ മനുഷ്യത്വം അംഗീകരിച്ചുകൊണ്ട് കാഴ്ചവെച്ചു എങ്കിൽ നമ്മളൊക്കെ ഇന്ന് ഈ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ നാം എന്നുള്ള അഹങ്കാര അതീശ മനോഭാവത്തിൽ നിന്ന് നമ്മളെന്നുള്ള വിശാല മനോഭാവത്തിലേക്ക് ഇറങ്ങി വന്ന് നമ്മിൽ ഏറ്റവും പാവപ്പെട്ടവനിലേക്ക്, അവഗണിക്കപ്പെട്ടവനിലേക്ക്, പാർശ്വവൽക്കരിക്കപ്പെട്ടവനിലേക്ക് ഇറങ്ങിച്ചെന്ന് ദൈവത്തിൻ്റെ സാന്നിധ്യം അവർക്ക് നമ്മിലൂടെ സംലഭ്യമാക്കി കൊടുക്കുവാൻ കഴിഞ്ഞാൽ അവരിലുള്ള ദൈവസാന്നിധ്യം
അനുഭവിക്കുവാൻ കഴിഞ്ഞാൽ അതായിരിക്കും ഈ ക്രിസ്മസിൻ്റെ പ്രത്യേകത. ദരിദ്രരോടുള്ള പക്ഷം ചേരലാണ് നാം അവിടെ കാണേണ്ടത്. പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവനായി ജനിക്കാൻ പോലും സ്ഥലമില്ലാതെ എല്ലാമുള്ളവൻ ഒന്നുമില്ലാത്തവനെ പോലെ ഈ ലോകത്തിലേക്ക് കടന്നു വന്നു എങ്കിൽ അത് സമൂഹത്തിൽ പാവപ്പെട്ടവരോട്, പാർശ്വവൽക്കരിക്കപ്പെട്ടവരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുവാനുള്ള ഒരവസരമാണ്. അവരെ ആ സ്ഥിതിയിൽ നിന്നും ഉയർത്തി നാമൊക്കെ ആയിരിക്കുന്ന ആ സ്ഥിതിയിലേക്ക്, സാമ്പത്തികമാകാം, ആത്മീയമാകാം, മറ്റു രീതിയിലുള്ള അംഗീകാരമാകാം, അങ്ങനെ അവരും അംഗീകരിക്കപ്പെട്ടവരായി മാറ്റുവാൻ കഴിയുമ്പോഴാണ് അത് നമുക്ക് ഏറ്റവും അർത്ഥവത്തായിത്തീരുന്നത്. ദൈവഹിതത്തോടുള്ള കീഴ്വഴക്കമാണ് നാം അവിടെ കാണേണ്ടത്. പരിശുദ്ധ അമ്മ, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിൻ്റെ ഇഷ്ടം പോലെ ഭവിക്കട്ടെ എന്ന് പ്രത്യുത്തരം നൽകിയപ്പോൾ ആ ദാസിയുടെ മനോഭാവം എന്തായിരുന്നു എന്നുള്ളത് കാലിത്തൊഴുത്ത് മുതൽ കാൽവരി വരെയുള്ള തമ്പുരാൻ്റെ ജീവിതത്തിൽ അനുധാവനം ചെയ്തുകൊണ്ട് അവിടുത്തെയോട് കൂടി ആയിരുന്നു കൊണ്ട് ജീവിച്ച അമ്മ ആ കുരിശിൻ ചുവട്ടിലെ ബലിയിൽ സഹകാർമ്മികയായി സഹരക്ഷകയായി നിൽക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആ ദൈവഹിതത്തോടുള്ള പരിപൂർണമായ കീഴ്വഴക്കം അവിടെ നാം കാണുന്നത്. അങ്ങനെ ദൈവത്തോട് വിധേയപ്പെട്ടുകൊണ്ട് ദൈവം എന്താണ് നമ്മോട് ആവശ്യപ്പെടുന്നത് എന്ന് ദൈവവചനം നമ്മിലൂടെ മാംസമെടുത്ത് മറ്റുള്ളവർക്കത് സംലഭ്യമാക്കി കൊടുക്കുവാൻ സ്നേഹത്തോടുള്ള ശുശ്രൂഷയിലൂടെ നിർവഹിക്കുവാൻ കഴിയുമ്പോഴാണ് അത് അന്വർത്ഥമായി തീരുന്നത്. സമൂഹത്തിൻ്റെ ഒരു നിർമ്മാണമാണ്, നവനിർമ്മാണമാണ് ഈ ക്രിസ്മസ് നമ്മോട് ആവശ്യപ്പെടുന്നത്. ദൈവത്തിൻ്റെ രാജ്യം സ്നേഹത്തിൻ്റെ, കരുണയുടെ, ഔദാര്യത്തിൻ്റെ രാജ്യമാണ്. ആ രാജ്യം സ്ഥാപിക്കുവാൻ ഈ ലോകത്തിലേക്ക് കടന്നു വന്ന യേശു തമ്പുരാൻ ഒരു നവസൃഷ്ടികർമ്മമാണ് ഇവിടെ നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. ഒരു പുതിയ ആകാശത്തിൻ്റെ, ഒരു പുതിയ ഭൂമിയുടെ കെട്ടുപണിക്കാരായി മാറുവാൻ നമുക്കോരോരുത്തർക്കും കഴിയണം എന്നുള്ളതാണ്. പരിശുദ്ധാത്മാവിൽ വിധേയപ്പെട്ടുകൊണ്ട് യേശു തമ്പുരാനെ ലോകത്തിന് നൽകുവാൻ പരിശുദ്ധ അമ്മ സന്നദ്ധയായി വന്നതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിലൂടെ ദൈവം ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി അതിനനുയോജ്യമായ രീതിയിൽ ജീവിക്കുവാൻ നമുക്ക് കഴിയണം. പുൽക്കൂട്ടിൽ പിറന്ന രക്ഷകനെ നാം കാണുമ്പോൾ ബേത്ലഹേമിലെ പുൽത്തൊഴുത്തിലാണ് അവിടുന്ന് ജനിച്ചത്. തന്നേക്കാൾ പരമദരിദ്രനായി മറ്റൊരുത്തൻ ജനിക്കാൻ പാടില്ല എന്ന നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നോ എന്ന് തോന്നുമാറ് കാലിത്തൊഴുത്തിൽ അവിടുന്ന് വന്ന് ജനിക്കുന്നു. അത് വൈരുദ്ധ്യങ്ങളുടെ, വിപരീത അനുഭവങ്ങളുടെ ഒരു ഘോഷയാത്രയാണ് ബേത്ലഹേമിൽ നിന്ന് ആരംഭിക്കുന്നത് എന്നുകൂടി നാം മനസ്സിലാക്കണം. ബലവാനായിരിക്കെ ബലഹീനനായ മനുഷ്യനായി അവിടുന്ന് അവതരിക്കുകയാണ്. നിസ്സഹായനായ ഒരു ശിശുവായി പുൽത്തൊട്ടിയിൽ കീറത്തുണിയാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ആ ദിവ്യ ശിശുവിനെ കാണുമ്പോൾ ഇവനാണ് യഹൂദരുടെ രാജാവായി പിറന്നവൻ എന്ന് മനസ്സിലാക്കുവാൻ കിഴക്ക് രാജ്യത്ത് നിന്ന് രാജാക്കന്മാർക്കും അധ്വാനത്തെ അഭിമാനമായി കണ്ട നിഷ്കളങ്കരായ ഇടയന്മാർക്കും കഴിഞ്ഞു എങ്കിൽ എന്തുകൊണ്ട് തദ്ദേശ രാജാവായ ഹെറോദേസിന് കഴിഞ്ഞില്ല എന്നുകൂടി നാം ചിന്തിക്കണം. അവിടെയാണ് മാലാഖമാർ ശുശ്രൂഷിക്കുന്നവൻ രാജാതിരാജൻ പരമദരിദ്രനായി പുൽത്തൊട്ടിയിൽ കാലികളുടെ മധ്യേ പിറന്നു വീണപ്പോൾ പ്രപഞ്ചത്തിൻ്റെ അതിനാഥനായിരിക്കെ പിറന്നു വീഴാൻ സ്ഥലമില്ലാത്ത അലഞ്ഞു നടന്ന ഒരമ്മയും അപ്പനെയും അനാഥനായി ജനിക്കുന്ന ഒരു ശിശുവിനെയും നാം കാണുകയാണ്. അനാഥനെന്ന് പറയുമ്പോൾ ദൈവമാണ്, ദൈവം നമ്മോടുകൂടിയുണ്ട്. പക്ഷേ ആ ദൈവത്തിന് ഇടം കൊടുക്കുവാൻ ആരും സൗമനസ്യം കാണിക്കാത്ത ഒരു സാഹചര്യത്തിലാണ് യേശു തമ്പുരാൻ കാലിത്തൊഴുത്തിൽ വന്ന് ജനിക്കുന്നത്. എളിമയുടെയും ദാരിദ്ര്യത്തിൻ്റെയും സംലഭ്യതയുടെയും പാഠം യേശു നമ്മെ പഠിപ്പിക്കുകയാണ്. അത് എളിമയുടെയാണ്, ദാരിദ്ര്യത്തിൻ്റെയാണ്, അത് വിനയത്തിൻ്റെതായ ഒരു ജനനമാണ്. വിനീതർക്ക് കൈവന്ന സൗഭാഗ്യത്തെക്കുറിച്ച് നോക്കുമ്പോൾ വിനീതരായ ആട്ടിടയന്മാർക്ക് ഈ രാജാതിരാജനെ കണ്ടെത്തുവാൻ കഴിഞ്ഞു. സമൂഹത്തിൽ സ്ഥാനമോ മാനമോ ഇല്ലാത്തവരായ ഇടയന്മാർ, അവരെ സംബന്ധിച്ചിടത്തോളം അവർ ആടുകളെ സംരക്ഷിച്ചുകൊണ്ട് അതിൽ നിന്ന് ഉപജീവനം നടത്തിക്കൊണ്ട് ജീവിക്കുന്ന ആളുകളാണ്.
നിന്ദിതരിലും നിരാശ്രയരിലുമാണ് ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുക. എളിമയിലാണ് ദൈവത്തിൻ്റെ പ്രവർത്തനം വേഗത്തിൽ നാം അനുഭവിക്കുന്നത്. രാജാവായി പിറന്നവനെ അന്വേഷിച്ചു വന്ന പൂജ്യ രാജാക്കന്മാർ ആ രാജാതിരാജനെ കണ്ടെത്തി അവരുടെ നിക്ഷേപങ്ങൾ സമർപ്പിച്ചതുപോലെ ഈ രാജാതിരാജനെ കണ്ടെത്തുവാൻ നാമൊക്കെ ഇറങ്ങിപ്പുറപ്പെടണം, അന്വേഷിക്കണം. രാജകൊട്ടാരങ്ങളിൽ നിന്ന് ഈ കാലിത്തൊഴുത്തിലേക്ക് വരുവാൻ ഔദാര്യം കാണിച്ച ആ സത്യാന്വേഷികളായ രാജാക്കന്മാരെ പോലെ ആടുകളെയൊക്കെ വിട്ടുപേക്ഷിച്ചുകൊണ്ട് ഈ രാജാതിരാജനെ കണ്ടെത്തുവാൻ കടന്നു വന്ന നിഷ്കളങ്കരായ ഇടയന്മാരെ പോലെ വിജ്ഞാനവും വിവേകവും എളിമയും ഒക്കെ ഈ കാര്യങ്ങളിൽ നാം പ്രകടിപ്പിക്കേണ്ടത് ഈ രാജാതിരാജനെ കണ്ടെത്തുവാനാണ്. പ്രിയ സഹോദരങ്ങളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം പിതാവായ ദൈവത്തിൻ്റെ മനുഷ്യാവതാരം എന്ന് പറയുന്നത് ക്രൈസ്തവ വിശ്വാസങ്ങളിൽ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു കാര്യമാണ് യേശുക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരം. അവിടുന്ന് പരിശുദ്ധാത്മാവിലാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് ശരീരം ധരിച്ച് മനുഷ്യനായി പിറന്നു എന്ന് നിക്യാ സുനഹദോസിലും കോൺസ്റ്റാന്റിനോപ്പിളിലെ സുനഹദോസിലും ഒക്കെ വളരെ വ്യക്തമായി സഭാപിതാക്കന്മാർ പ്രഖ്യാപിച്ചതാണ്. യേശു എന്ന പേരിന് ദൈവം നമ്മെ രക്ഷിക്കുന്നു എന്നാണ് അർത്ഥം. എന്നെ രക്ഷിക്കുവാൻ കടന്നു വന്ന രക്ഷകനാണ് കാലിത്തൊഴുത്തിൽ പിറന്നിരിക്കുന്നത്. പഴയ നിയമത്തിൽ ജനത അടിമത്വത്തിൽ നിന്ന് വിമോചിക്കപ്പെട്ട് വാഗ്ദത്ത നാട്ടിലേക്ക് പോകുമ്പോൾ മോശ ഈ ലോകത്തെ വിട്ട് കടന്നു പോകുന്നു. പിന്നീട് ജോഷുവയാണ് അവരെ വാഗ്ദത്ത നാട്ടിലേക്ക് നയിച്ചത്. ജോഷുവ എന്ന് പറയുമ്പോൾ രക്ഷകൻ എന്നാണ് അതിൻ്റെ അർത്ഥം. അതാണ് യേശു തമ്പുരാൻ സ്വീകരിച്ച നാമധേയം എന്നുകൂടി മനസ്സിലാക്കണം. വീണ്ടും നാം കാനാൻ ദേശത്തെ പ്രതികരിച്ച് പർദീസായിലെ മനുഷ്യകുലത്തെ നയിക്കുന്ന യഥാർത്ഥ രക്ഷകൻ്റെ അർത്ഥത്തിലാണ് യേശുവിന് ഈ പേര് നൽകുന്നത്. ക്രിസ്തു എന്ന പേരിന് അഭിഷിക്തൻ എന്നാണ് അർത്ഥം. പർദീസായിൽ ദൈവം വാഗ്ദാനം ചെയ്ത രക്ഷകനെ നൂറ്റാണ്ടുകളായി ഇസ്രായേൽ ജനം വരുവാനിരിക്കുന്ന മിശിഹായായിട്ടാണ് പ്രതീക്ഷിച്ചിരുന്നത്. ജനം കാത്തിരുന്ന രക്ഷകനും മനുഷ്യകുലത്തിൻ്റെ വിമോചകനുമായി ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെട്ടവനായി കാണുകയാണ്. പ്രിയ സഹോദരങ്ങളെ, ഈശോ ദൈവത്തിൻ്റെ പുത്രനാണ്, കർത്താവാണ്. സത്യമായി അവിടുന്ന് മനുഷ്യാവതാരം ചെയ്ത ഒരു മഹാസംഭവമാണ് ഈ ക്രിസ്മസിൽ നാം ആഘോഷിക്കുന്നതെങ്കിൽ 4 കാര്യങ്ങൾ ഈ മനുഷ്യാവതാരത്തിൻ്റെ ലക്ഷ്യങ്ങളായി നാം കാണുകയാണ്. ഒന്നാമതായിട്ട് ദൈവത്തിൻ്റെ സ്നേഹം വെളിപ്പെടുത്തുവാൻ അവിടുന്ന് നമുക്ക് കാണിച്ച ഏറ്റവും വലിയ അടയാളമാണിത്. തൻ്റെ ഏകജാതനിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ രക്ഷ പ്രാപിക്കണം എന്ന് യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ 1 യോഹന്നാൻ 4:9 തൻ്റെ പുത്രൻ വഴി നാം ജീവിക്കേണ്ടതിന് അവനെ ലോകത്തിലേക്ക് അയച്ചു എന്ന് അങ്ങനെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ദൈവപുത്രൻ വഴി നാം ജീവിക്കേണ്ടതിന്, ബിക്കോസ് ഓഫ് മീ യു ഷാൽ ലീവ്, നാം വഴി ജീവിക്കേണ്ടതിന് അതിന് ദൈവം തൻ്റെ പുത്രനെ നമുക്ക് നൽകിയിരിക്കുന്നു. രണ്ടാമതായിട്ട് പാപത്തിൽ നിന്ന് രക്ഷിച്ച് മനുഷ്യരെ ദൈവവുമായി അനുരഞ്ജിപ്പിക്കുകയായിരുന്നു ഈ മനുഷ്യാവതാരത്തിൻ്റെ ലക്ഷ്യം. നഷ്ടപ്പെട്ട സൗഭാഗ്യം തിരികെ കൊടുക്കുകയാണ്. നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല, ദൈവം നമ്മെ സ്നേഹിച്ചു എന്നുള്ളതിലാണ് ഈ ക്രിസ്മസ് നാം കാണേണ്ടത്. അപ്പോൾ ദൈവം നമ്മെ എത്രത്തോളം സ്നേഹിച്ചു എന്നുള്ളതാണ്. അവിടെയും യോഹന്നാൻ 1-ാമത്തെ ലേഖനത്തിലെ 4-ാം അധ്യായം 10-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല, അവിടുന്ന് മനുഷ്യരെ സ്നേഹിക്കുകയും നമ്മുടെ പാപങ്ങൾക്കായി പരിഹാരമായി ബലിയായി സ്വപുത്രനെ അയക്കുകയും ചെയ്തു എന്നതിലാണ് ദൈവത്തിൻ്റെ സ്നേഹം. മൂന്നാമതായിട്ട് മനുഷ്യകുലത്തിന് നന്മയുടെയും വിശുദ്ധിയുടെയും മാതൃക കാണിച്ചു തരുവാൻ വേണ്ടിയാണ് അവിടുന്ന് മനുഷ്യാവതാരമെടുത്തത്. അവിടെ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 29-ാം വാക്യത്തിൽ മക്കൾക്ക് നല്ല കാര്യങ്ങൾ ചെയ്യണമെന്ന് നിങ്ങൾക്കറിയാം, അങ്ങനെയാണെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് എത്രയോ അധികമായി നിങ്ങൾക്ക് നന്മ നൽകാതിരിക്കുകയില്ല. അപ്പോൾ
ആ നന്മ എന്താണ് എന്നുള്ളത് അവിടുന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 6-ാം വാക്യത്തിൽ ഈ നന്മയിൽ പങ്കാളികളാകുവാൻ വഴിയും സത്യവും ജീവനും ഞാനാണ് എന്ന് തോമസ് ശ്ലീഹായോടായിട്ട് നമ്മോടായിട്ട് അരുളിച്ചെയ്യുന്ന യേശു തമ്പുരാൻ കാണിച്ചു തന്ന വഴി മനുഷ്യാവതാരത്തിൻ്റെ ശൂന്യവൽക്കരണത്തിൻ്റെ വഴിയാണ്. അവിടുന്ന് സത്യമായും ദൈവപുത്രനാണ്. സത്യം നമ്മെ സ്വതന്ത്രരാക്കുമെന്ന് യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 32-ാം വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ നമ്മെ സ്വതന്ത്രരാക്കുവാൻ കടന്നു വന്ന ആ ദൈവപുത്രനെയാണ് നാം അവിടെ കാണേണ്ടത്. 4-മതായി ദൈവപ്രകൃതിയിൽ പങ്കാളിത്തം തന്ന് നമ്മെ ദൈവമക്കളാക്കുവാൻ അവിടുന്ന് എടുത്ത വഴിയാണ്. ലോകത്തിലുണ്ടാകുന്ന എല്ലാ വിനാശത്തിൽ നിന്നും രക്ഷപ്പെട്ട് ദൈവിക സ്വഭാവത്തിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിന് തൻ്റെ മഹത്വവും ഔന്നത്യവും വഴി അവിടുന്ന് നിങ്ങൾക്ക് അമൂല്യവുമായ സ്നേഹമായ വാഗ്ദാനങ്ങൾ നൽകിയിരിക്കുന്നു എന്ന് 2 പത്രോസ് 1:4 നാം വായിക്കുന്നു. അപ്പോൾ ഇവിടെ നാം കാണുന്ന ദൈവസ്നേഹത്തിൻ്റെ ആ വെളിപ്പെടുത്തൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് എത്രത്തോളം നാം ദൈവത്തെ സ്നേഹിക്കുന്നുവോ അത്രത്തോളം മനുഷ്യരെ സ്നേഹിക്കുവാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ്. അങ്ങനെ ഒരു സ്നേഹ സമൂഹം സൃഷ്ടിച്ചുകൊണ്ട് സമൂഹത്തിൽ എല്ലാവർക്കും, പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും പാവപ്പെട്ടവർക്കും അനാഥർക്കും വിധവകൾക്കും അംഗവൈകല്യമുള്ളവർക്കും എല്ലാവർക്കും സന്തോഷം നൽകുവാൻ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മോടുകൂടിയുണ്ട്. ആ സാന്നിധ്യമായി നാം മാറണം. അങ്ങനെ മാറുമ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, നമ്മുടെ നല്ല പ്രവൃത്തികളാൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയാകും. നമ്മിലും മറ്റുള്ളവരിലും ഈ ലോകത്തിലും സമാധാനം സ്ഥാപിക്കുവാൻ നമുക്ക് കഴിയും. അതിന് ഈ ക്രിസ്മസ് ദൈവസ്നേഹത്തിൻ്റെ മനുഷ്യാവതാരം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ.